ബീച്ചിൽ എന്താ കുട്ടികളുടെ അങ്ങനെ കളിച്ചിരിക്കണമെന്നായിരിക്കില്ലേ? നമ്മൾ ആലപ്പുഴയിലെ പാതിരാപ്പള്ളിയിലെ വേവ്സ് ആൻഡ് ബീച്ച് എന്നുള്ള റിസോർട്ടിൽ വന്നാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റു റിസോർട്ടുകൾ പോലെ പൂള് കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ നേരെ ബീച്ചാണ്. കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേറെ രസമാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള വേവ്സ് ആൻഡ് വിൻസ് എന്നുള്ള ഈ റിസോർട്ടിൽ ഞാൻ ഇന്നലെ ഇവിടെ എത്തിയതാണ്. നമ്മൾ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും, എല്ലാവിടെയും ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ 1-2 ആൾ പോണതല്ല, കുടുംബം മൊത്തമായിട്ട് ഒരു 10-20 പേര് ചേർന്ന് പോണ ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പരതി വന്നപ്പോൾ എനിക്ക് ആലപ്പുഴയിലുള്ള വേവ്സ് ആൻഡ് വിൻസിനെ കുറിച്ച് കിട്ടും. വേറൊന്നല്ല, നമ്മൾ ആൾ കൂടി പോണ സമയത്ത് എന്തെന്നായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്തുകൊണ്ട് ഒരു അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വിശാലമായിട്ടുള്ള ഒരു കടലാണ്. അതോടെ തന്നെ കൂടുള്ള എല്ലാവരും പിള്ളേരും ഒക്കെ വീണു. അതിൽ നേരെ ഇവിടെ വന്നു ഡൈനിങ് ഏരിയയിൽ ഇരുന്നിട്ട് അവരുടെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചത് കടൽ നോക്കിയിട്ടാണ്. അതപ്പോൾ തന്നെ നമുക്ക് ഒരു രക്ഷയില്ല. പോസിറ്റീവ് വൈബ് അതിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇവിടെ വന്ന് ഇരുന്ന് ഇവിടെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഈ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാനും കാര്യത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ. അതുകൂടാതെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രൈവസിയാണ്. ഒരു പബ്ലിക് ബീച്ചല്ല, പ്രൈവറ്റ് ബീച്ചാണ്. ഇവരുടെ പ്രോപ്പർട്ടീൻ്റെ തന്നെ പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് അതിൻ്റേതായ സെക്യൂറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് രാഘേന്ദു അല്ലേ? ഈ വേവ്സ് ആൻഡ് വിൻസ് എന്നുള്ള റിസോർട്ടിൻ്റെ ഓണറാണ്. അപ്പോൾ രാഘേന്ദു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊന്ന് നമ്മുടെ പ്രേക്ഷകരടുത്ത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ഞാനൊന്നും ചോദിക്കുന്നില്ല. ഇതിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ വല്ലതും ഉണ്ടെങ്കിൽ രാഘേന്ദു ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ നേരെ ഇവിടെ വന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ഇവിടെ ടോട്ടൽ 8 റൂമാണുള്ളത്. ഈ കാണുന്ന 4 റൂമാണ് സീ വ്യൂ ഉള്ളത്. ബാക്കി പുറകിലുള്ള 4 റൂമുകളുമാണ് ഉള്ളത്. റൂമൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ റൂമിൽ കയറി എല്ലാം ലഗേജ് വെച്ചോടനെ എല്ലാവരും ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി അതിൻ്റെ ഒരു സുഖം ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ വെയിൽ ചൂടായി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് എങ്ങനെയും പോകാമെന്ന് പ്ലാൻ ചെയ്ത് രാഘവേന്ദുമായിട്ട് ചോദിച്ചപ്പോൾ രാഘവേന്ദു തന്നെ നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നു. ആലപ്പുഴയുള്ള നമ്മൾ നേരെ ഇവിടെ എവിടേക്കാണ് പോയത്? പുന്നമടയിൽ പോയി അവിടെ ഒരു ബോട്ട് വരെ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. ആ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ പുന്നമടയൊക്കെ ഒന്ന് ഇങ്ങനെ കുട്ടികളായിട്ട് കറങ്ങി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള പലരും ആലപ്പുഴേൻ്റെ ഭംഗി അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. എല്ലാവിടെയും ഒന്ന് കറങ്ങി അടിച്ച് ആ പുന്നമടയിൽ കുട്ടികളൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ നല്ല ചില്ലായിട്ട് നമ്മൾ തിരിച്ച് വൈകുന്നേരം ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് സൺസെറ്റിൻ്റെ സമയമായിരുന്നു. നേരെ അടിപൊളി വന്നിങ്ങനെ നേരെ എല്ലാവരും റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് മാറി നേരെ ബീച്ചിലേക്കാണ് ഓടിയത്. പക്ഷേ ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കടലുമായിട്ട് അത്ര ഇഴുകിയ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് കടലാണ്, അതിൻ്റേതായ ഒരു സേഫ്റ്റി വേണം. അതുകൂടാതെ ഇവിടെ 2-3 ഗാർഡ്സിനെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗാർഡ്സ് നമ്മൾ അത്രത്തോളം വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഓടി വന്ന് അവർ പിടിക്കും. നമ്മൾ കയറി പോരുമ്പോൾ പോകരുത്, നിങ്ങൾ സേഫായിട്ട് വേണം നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതുകൂടാതെ കുട്ടികളുടെ കൂടെ മണലിലുള്ള കളി കാര്യങ്ങൾ, പിന്നെ ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മണലായിട്ടുള്ള സ്ഥലം. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആമ്പിള്ളേരെ എല്ലാവരും കൂടിയിട്ട് ഫുട്ബോളൊക്കെ എടുത്തിട്ട് അടിപൊളി ഫുട്ബോൾ കളിയൊക്കെ ആയിരുന്നു. ഞാൻ ചെറുതായിട്ട് അവരുടെ കൂടെയൊക്കെ ഒന്ന് കൂടിക്കൊടുത്ത് അങ്ങനെ ഫുട്ബോളും കളികളും ഇവിടെ നടക്കുക. ലേഡീസ് എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്ത് കൂടി നിന്നിട്ടും അത് ചിലവരിങ്ങനെ കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സൺസെറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വൈകിട്ടും കൂടി ബീച്ചിലേക്ക് നിന്നതിന് ശേഷം എല്ലാം ഇങ്ങോട്ട് ഇവിടെ കയറിയതിന് ശേഷം എല്ലാവരും ഫ്രഷ് വാട്ടറിൽ ഇവിടെ തന്നെ കുളിച്ച് നേരെ റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിന് ശേഷം വന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ മാതിരി തന്നെ കുറേ പേര് രാത്രി, അതായത് കൂടുതലുള്ള കപ്പിൾസും കാര്യങ്ങളൊക്കെ രാത്രി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു. കുറേ പേര് കിടന്നുറങ്ങലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം കാലത്ത് എണീച്ചപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടെ എന്തായാലും സൺറൈസ് കാണാൻ പറ്റില്ല, നമുക്ക് ഓപ്പോസിറ്റ് സൈഡല്ലേ. പക്ഷേ സൺറൈസ് ഇങ്ങനെ കയറി വരുന്ന സമയത്തുള്ള ആ ഒരു വെളിച്ചം പരക്കൽ ഭയങ്കര രസമായിരുന്നു. അതുകൂടാണ്ട് ഇവിടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെയൊക്കെ അങ്ങനെ അവരുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ബീച്ചിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടത്തും കാര്യങ്ങളൊക്കെ ആയി. കുറേ പേര് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ അവർ മീൻ പിടിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇവിടെ റൂമിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാം റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തെന്നായാലും എന്താ അറിയോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. 24 മണിക്കൂറിനുള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ തന്ന് നമ്മളെ തൃപ്തിപ്പെട്ട് വിട്ടു എന്നുള്ളതിന് താങ്ക് യു വെരി മച്ച്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നോർമലായിട്ടുള്ള നല്ല അടിപൊളി നാടൻ ഫുഡാണ് കിട്ടുന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ നമുക്ക് എന്ത് ഫുഡ് വേണമെന്നുണ്ടെങ്കിലും ഇവരിവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് തരും അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ വേണ്ട ഫുഡുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കൂടിയായിട്ട് സംഭവം എൻ്റെ അടിപൊളിയായിരുന്നു. അപ്പം മാം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഫെസിലിറ്റീസ് വല്ലതും ഉണ്ടോ അവിടെ? മോനിക്ക് പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസും ഇപ്പം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 5 സ്റ്റാർ ഫെസിലിറ്റി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഗസ്റ്റിന് പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. മാക്സിമം ആലപ്പിയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടുത്തെ പാക്കേജ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കറന്റ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് 4,000 4,500 ആണ്. 4,500 സീ വ്യൂ റൂംസിനാണ്, 4,000 ഡീലക്സ് റൂമിനാണ് വരുന്നത്. ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ റേറ്റ്. പിന്നെ ലഞ്ചും ഡിന്നറും ഗസ്റ്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ഇതൊന്നും കൂടാണ്ട് ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് ഇന്നലെ നിങ്ങൾ നമുക്ക് എന്താണ് ഒരു സംഭവം അറേഞ്ച് ചെയ്തത്, ഷിക്കാറായി അറേഞ്ച് ചെയ്യുക. അതുപോലെ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗസ്റ്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഇപ്പൊ അവർക്ക് ഹൗസ് ബോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കയാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഷിക്കാർ ആയിരിക്കാം. അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾക്ക് അഫോർഡബിൾ റേറ്റിൽ അവർക്ക് ഇത് ബുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ശരിക്കും നേരിട്ട് പോണ സമയത്ത് ചിലപ്പോൾ ഭയങ്കര ചാർജും കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ? ഓക്കെ താങ്ക് യു. 24 മണിക്കൂർ കൊണ്ട് ആലപ്പുഴ മൊത്തം ഒരു ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാക്കേജാണ് ഇതുള്ളത്. കുടുംബമായിട്ട് വന്ന് നല്ല ഗ്രാൻഡായിട്ട് അടിച്ച് പൊളിച്ച് അർമാദിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ രാഘേന്ദു അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.